അമ്മേനെ കാണാതെ അച്ഛനും അമ്മേനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും അമ്മ കരയുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും വീട്ടിലേക്ക് എത്തി അമ്മേനെയൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും അമ്മ കരയൊക്കെയാണ്. എന്നോട് എപ്പോഴും വില്ലേജ് ഹെഡിന്റെ സ്ഥാനമൊക്കെ ഒഴിയുവാനായിട്ട് അമ്മ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ എനിക്ക് ആ ഒരു സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് വല്ലാത്ത ഫീൽ ആയിരിക്കുകയാണ്. നീ ആയിട്ട് ഇനി അമ്മേനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്നൊക്കെ ആയിരുന്നു അച്ഛനും പറയുന്നത്. എന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു അമ്മ കരഞ്ഞതെന്നൊന്നും തന്നെ അച്ഛനും അറിയിക്കുകയില്ല. അമ്മ ഹേന് കഴിക്കുവാനായിട്ട് ഒരുപാട് രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛനും അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മേനെ സ്നേഹിക്കുകയാണ്. ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നീ അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കാണണം. ഇത്രയും കാലം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു. പക്ഷെ ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊക്കെ അച്ഛനും ഇടപെടുന്നു. അത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ട് കഴിക്കുവാനൊക്കെ തുടങ്ങുകയാണ്. അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ബീഫിലൊക്കെ കഴിക്കുവാനായിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അമ്മയും ആ ഒരു ബീഫൊക്കെ എടുത്ത് ഹെയിന് നൽകുന്നു. ബ്യോംചേയും സോളിലേക്കൊക്കെ പോയതായിരുന്നു. അങ്ങനെ ഇരിക്കെ സൂചോളിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും സൂചോൾ ഇപ്പോഴും ചേട്ടന്റെ ബോക്സിംഗ് ക്ലബിലൊക്കെയാണ് ഇരിക്കുന്നത്. ഫുൾ ടൈം ഫോണും കുത്തിവെച്ച് ആ ഒരു ഗെയിമും ഓപ്പൺ ചെയ്തിരിക്കുന്ന സൂചോൾ ആകട്ടെ ഡാഹയും ഗെയിമിൽ കയറിയെന്ന കാര്യമൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണുന്നു. ആ ഗെയിമിലൂടെ ഡാഹയ്ക്കും ഇപ്പോൾ അവൻ മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഡാഹയും അവൻ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗെയിമിലൊക്കെ കയറിയതെന്ന് ഓർത്തു നോക്കുന്നു. യഥാർത്ഥത്തിൽ ഡാഹയെ ആ ഒരു ഗെയിമൊക്കെ കുറെ കാലമായിട്ട് കളിക്കുവാനായിട്ട് തുടങ്ങിയതാണ്. അവളും ഒരുപാട് സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു അവളും ആ ഒരു ഗെയിമിൽ നിന്നും പോകാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ട് വരുന്നത്. എനിക്കൊരു കാര്യമൊക്കെ പറയുവാനുണ്ടെന്ന് പറഞ്ഞ് സുചോൾ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും സൂചോൾ തന്നെ വഴക്ക് പറയുമെന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവനും ഒരു വാക്സിനേഷന്റെ ലിസ്റ്റൊക്കെ ആയിരുന്നു അയച്ചു കൊടുക്കുന്നത്. കൊറിയനിലും ഇംഗ്ലീഷിലുമുള്ള ഒരു ടേബിളൊക്കെ ആയിരുന്നു അത്. അതിലാകട്ടെ ഗുഡിയോന് വാക്സിനേഷൻ ഒക്കെ എടുക്കുവാനായിട്ടുള്ള സമയമായെന്നും ഏതൊക്കെ വാക്സിനേഷനാണ് എടുക്കേണ്ടതെന്നും നീ എവിടെയാണെങ്കിലും ആ ഒരു വാക്സിനേഷനൊക്കെ കുഞ്ഞിന് കൃത്യമായിട്ട് കൊടുക്കണമെന്നും ആയിരുന്നു അവനും അയക്കുന്നത്. വാക്സിനേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ബേബി ഷാർക്കിന്റെ പാട്ടൊക്കെ പാടി കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ കരയുന്നതായിരിക്കുമെന്നൊക്കെ സൂചോൾ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് വാക്സിനേഷൻ എടുത്തതിനെ കുറിച്ച് കൂടി ഡാഹയെ ഓർക്കുന്നു. അന്ന് ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നതും സൂചോൾ ആയിരുന്നു. ആ ഒരു മെസ്സേജ് ഒക്കെ കണ്ട് വിഷമം വരുന്ന അവളും പെട്ടെന്ന് തന്നെ ഗെയിമിൽ നിന്നും ലോഗ് ഔട്ട് ആകുന്നു. ഹെയിൻ സോളിലേക്കൊക്കെ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും അവളെ കാണുകയാണ്. നീ എന്തിനാണ് ഇപ്പോൾ അവിടേക്കൊക്കെ പോകുന്നത്? യോമിച്ച് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. നിന്നെ റിപ്പോർട്ടേഴ്സ് വല്ലതും കാണിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുന്നതാണെന്നൊക്കെ അമ്മയും പറയുന്നു. എങ്കിലും അവൾ വീണ്ടും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഉൺസിംഗ് നിന്നെ കാണുവാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സത്യം പറ, നീ ഇപ്പോൾ ഉൺസിംഗിനെ കാണുവാനായിട്ട് പോകുകയല്ലേ? അവന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കയറിക്കോട്ടെ എന്നാണോ നീ ചോദിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യപ്പെടുന്ന അവളും അതേന്ന മറുപടിയൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന അമ്മയും സത്യം പറ, നീയും കൂടി കൂടിയിട്ടല്ലേ ഫാമിലിനെ മൊത്തത്തിൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നതും ഉൺസിംഗിന്റെ കൂടെ ആ ഒരു പദ്ധതിക്കൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നതെന്നും കൂടി അവളോട് ചോദിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അമ്മ അത്രയ്ക്ക് പോലും തന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന വിഷമമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് കമ്പനി മൊത്തത്തിൽ സ്വന്തമാക്കുവാനായിട്ടായിരുന്നോ നിന്റെ പ്ലാൻ എന്നൊക്കെ അമ്മ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും അതുവഴി ഹ്യുനുവിന്റെ അമ്മയും വണ്ടിയുമായിട്ടൊക്കെ വരികയാണ്. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് വണ്ടി ഒന്നും കിട്ടുന്നതല്ല. നീ സോളിലേക്കല്ലേ പോകുന്നത്. ഒരു കാര്യം ചെയ്യ്, ഈ ഒരു വണ്ടിയിൽ കയറിക്കോ, നമുക്ക് ഒന്നിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും അവളെ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നു. ഹേനും അമ്മയോട് നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയാകട്ടെ നീ എന്തിനാണ് ഇപ്പോൾ നന്ദിയൊക്കെ പറയുന്നത്? സാധാരണ ദൂരത്തേക്കൊക്കെ ആളുകൾ പോകുമ്പോഴല്ലേ അങ്ങനെ പറയാറുള്ളതെന്നൊക്കെ അവളോടും ചോദിക്കുന്നു. അവൾ മരിക്കുവാൻ പോകുകയാണെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയും ആകെ വിഷമിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നതും. വ്യോമചേയും ഗ്രേസ്കോനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയായിരുന്നു. ഗ്രേസ്കോയും ഒരാളുമായിട്ട് ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മുത്തശ്ശൻ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന വിവരമൊക്കെ ഗ്രേസ്കോയും അറിയുന്നത്. ഹെയ്നും തിരികെ ക്വീൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാഫ്സ് എല്ലാവരും തന്നെ അവളെ തന്നെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇനി അവിടെ വെച്ച് ഹിനുവിനെ കാണുമ്പോഴത്തേക്കും ചില സ്റ്റാഫ്സ് ആകട്ടെ ഇവിടെ ഹെയ്ൻ എത്തിയിട്ടുള്ള കാര്യമൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നും അവൾ തന്നെയല്ലേ അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നതെന്നും ഒക്കെ സംസാരിക്കുകയാണ്. അതെല്ലാം തന്നെ ഹിനുവും കേൾക്കുന്നു. പിന്നീട് സെക്രട്ടറി നയനും കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഹിനുവും കൂടുതലായിട്ട് ചോദിക്കുന്നു. റെഡിയായി നിൽക്കുന്ന ഹെയ്നെ കാണുവാനായിട്ട് ഉൺസിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉൺസിംഗിന്റെ ഭീഷണി കൊണ്ടൊന്നും ആയിരുന്നില്ല താൻ തിരികെ എത്തിയതെന്നാണ് ഹെയ്നും പറയുന്നത്. അവൾക്ക് നഷ്ടപ്പെട്ടതൊന്നും തന്നെ തിരികെ കിട്ടുകയില്ല എങ്കിൽ അത് ഷെയർ ചെയ്ത് ഉപയോഗിക്കാനായിട്ടാണ് അവളും തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയിക്കുമ്പോഴത്തേക്കും അവനും അവന്റെ വാക്കൊക്കെ പാലിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. ഹെയ്നും ഉൺസിംഗും കൂടി ചേർന്നിട്ട് പ്രസ് മീറ്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹിനുവും അവരുടെ കാറിന് പിറകെയൊക്കെ ഓടുന്നുണ്ടെങ്കിലും അവരെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല.
പിന്നീട് പ്രസ് ക്ലബ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് അവൻ എത്തി ഹെയ്നെ കാണുകയാണ്. നീ എന്തിനാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹ്യുനുവു ഹെയ്നോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാനായിട്ട് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ കാണാമെന്നൊക്കെ നിന്നോട് പറഞ്ഞത് മറന്നുപോയോ എന്നൊക്കെ ഹെയ്നും ചോദിക്കുന്നു. ഇതാണോ നിന്റെ സൊല്യൂഷൻ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് അവളും ഓൺസിങ്ങിനൊപ്പം പോകുകയാണ്. വിയോങ്ചയും ഗ്രേസ്കോയും കൂടി ചേർന്നിട്ട് മുത്തശ്ശനുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും സ്യോൽഹിയും ഗ്രേസ്കോനെ കോൾ ചെയ്യുന്നു. പക്ഷേ സ്യോൽഹിയുടെ അടുത്ത് ഗ്രേസ്കോ മുത്തശ്ശന് ഇതുവരെയായിട്ടും ഉള്ള സ്ഥലം കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നും അന്വേഷണമൊക്കെ നടക്കുകയാണെന്നുമാണ് പറയുന്നത്. മുത്തശ്ശൻ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഒരാൾ മുത്തശ്ശനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശനും കണ്ണൊക്കെ തുറക്കുന്നത് കാണിക്കുന്നു. ഓൺസിങ്ങിനും ഹെയ്നും പറയുവാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുവാനായിട്ട് ലൈവിൽ ഒരുപാട് മീഡിയാസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഓൺസിങ്ങിനെ ടീമിലുള്ള ആളും അറിയിക്കുകയാണ്. അവരും എല്ലാ രീതിയിലുള്ള PR വർക്കും ചെയ്തോളാം എന്നും പറയുന്നു. മാത്രമല്ല പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എഴുതി കാണിക്കുമെന്നും അത് നോക്കി വായിച്ചാൽ മാത്രം മതിയെന്നും അറിയിക്കുകയാണ്. ഇനി ഓൺസിങ്ങും ഹെയ്നും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞാൽ മതിയെന്നാണ് ഓൺസിങ്ങും തീരുമാനിച്ചിട്ടുള്ളത്. ഓൺസിങ്ങും ഇപ്പോൾ മീറ്റിംഗിലൊക്കെ എത്തിയതിനു ശേഷം ആളുകളുടെ അടുത്ത് പറയുന്നത് അവനാണ് പുതിയ ചെയർമാൻ എന്നും അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി കുറേയധികം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നും ആയിരുന്നു. കുറെ ആളുകൾ ഫേക്ക് ആയിട്ടുള്ള പല ആർട്ടിക്കിൾസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹെയ്നെയും കുടുംബത്തിനെയും പുറത്താക്കിയതിനു ശേഷമാണ് ഞാൻ ചെയർമാൻ ആയതെന്നായിരുന്നു അതിൽ പ്രധാനമായിട്ടുമുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും തന്നെ അല്ല ചെയർമാൻ ആയത്. ഇതിനു മുമ്പുള്ള ചെയർമാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. പിന്നെ ചെയർമാന്റെ കൊച്ചുമോളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവളായിരുന്നു ഇതിനു മുമ്പ് ഇവിടുത്തെ CEO ആയിരുന്നത്. അവൾ കാരണം ഒരുപാട് നേട്ടങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അവളെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നൊക്കെ ഉൺസിങ്ങും അറിയിക്കുന്നു. ഞാനും ഉൺസിങ്ങും ഫ്രണ്ട്സ് ആയിരുന്നു എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഹെയ്നും പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അവൾ എഴുതി കാണിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവളും പറയുന്നത്. ഒരു തെറ്റും ചെയ്യാതെ മര്യാദയ്ക്ക് മാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ മുൻ ഭർത്താവിനെ ഇവൻ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്റെ കയ്യിൽ അതിന്റെ റെക്കോർഡിംഗ് എല്ലാം തന്നെയുണ്ട്. പിന്നെ എനിക്ക് ഈ കമ്പനിയുടെ CEO ആയിട്ട് തുടരുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനും ഇനി കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് കൂടി അവൾ അറിയിക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും അതായത് ഹെയ്നും ഹ്യുനുവും പരസ്പരം നോക്കുന്ന സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം അവസാനത്തെ ഒരു സീൻ കൂടി കാണിക്കുകയാണ്. 4 വർഷം മുമ്പാകട്ടെ ഹെയ്നും ടീമിലെ കുറെ ആൾക്കാരും കൂടി ചേർന്നിട്ട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു ഹെഡ് ആകട്ടെ അവളോട് കൂടി മദ്യപിക്കുവാനായിട്ട് പറയുകയും ലവ് ഷോട്ട് എന്ന രീതിയിലൊക്കെ മദ്യം കുടിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. രണ്ടുപേർ തമ്മിൽ കൈകളൊക്കെ കോർത്തിട്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഹ്യുനുവിന് ആകെ ദേഷ്യം വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റിയതിനു ശേഷം നമുക്കൊന്നിച്ച് ലവ് ഷോട്ട് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അയാളുടെ ഒപ്പം കൈകളൊക്കെ കോർത്ത് മദ്യപിക്കുകയായിരുന്നു ഹ്യുനുവും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഗേൾസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഹ്യുനു അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഹെയ്ൻ ഒരുപാട് പിണങ്ങിയൊക്കെയാണ് നടക്കുന്നത്. അവനും ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് നീ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്യൂട്ടാണ്. നീ മദ്യപിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഗേൾസിന്റെ ഹൃദയമൊക്കെ വല്ലാതെ ഇടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇങ്ങനെ ഒന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവനും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. എന്നോട് അങ്ങനെയൊക്കെ ആയിരുന്നു ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹിനു ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോഴും അവൾക്ക് അങ്ങനെ ആയിരിക്കുമോ തോന്നിയിട്ടുണ്ടാക്കുക എന്നൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന അവൻ ചേട്ടനോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്ക് അങ്ങനെയൊക്കെ ഇപ്പോഴും തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും നിന്നെ ഡിവോഴ്സ് ചെയ്യുകയില്ലായിരുന്നു എന്നൊക്കെ ചേട്ടനും അറിയിക്കുന്നു. പക്ഷെ എനിക്ക് അവളെ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. അവളെ അടുത്ത് കാണുമ്പോഴൊക്കെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതാണ്. അവളെ കാണാത്തപ്പോഴെല്ലാം തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ അവളാകട്ടെ ഇനി മുതൽ എന്റെ ഒരു സഹായവും ആവശ്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവൾ എനിക്ക് മരുന്ന് വെച്ച് തരികയും ബാൻഡേഡൊക്കെ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. ഇപ്പോഴും അവൾക്ക് തന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന സംശയത്തിലാണ് അവനും ഉള്ളത്. കുറെ ഇലകളൊക്കെ പറിച്ച് അവനും വഴിയിലൂടെ ഇഷ്ടമാണ് അല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ പലപ്പോഴും ഇഷ്ടമല്ല എന്നതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഇല തന്ന മറുപടി. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും അടുത്ത ഇലയൊക്കെ പറിച്ചിട്ട് ഇതുപോലെ കളഞ്ഞുകൊണ്ട് നടന്ന് നടന്ന് ഒടുവിലായിട്ട് ഹെയ്ന്റെ റൂമിന്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൻ വന്നു എന്ന് അറിയുമ്പോഴത്തേക്കും അവളും ഡോറിന്റെ അടുത്ത് പോയൊക്കെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഇല അവന് നൽകിയ മറുപടി അവൾക്ക് അവനെ ഇഷ്ടമാണെന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണോ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അവളോട് പ്രണയമാണെന്ന് അവനും പറയുന്നു. അവൻ ആ പറഞ്ഞതെല്ലാം തന്നെ ഹെയ്നും കേൾക്കുകയാണ്. പക്ഷെ ഹെയ്ൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നറിയാതെ അവനും ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നൊക്കെ ഹെയ്നോട് പറയുന്ന സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.